ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന അധ്യായമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പേജ് നമ്പർ 14 വരെയുള്ള ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പേജ് നമ്പർ 15 ഒന്നാമത്തെ ചോദ്യം പറയാം. അതിൽ സ്റ്റാർട്ടിങ് ഞാൻ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ചോദ്യം ഒന്ന് വായിക്കാം. 2 കിലോഗ്രാം മധുരനാരങ്ങയും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി 520 രൂപ. 3 കിലോഗ്രാം മധുരനാരയ്ക്കും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപ. 1 കിലോഗ്രാം മധുരനാരങ്ങയുടെ വില എത്രയാണ്? ആപ്പിളിൻ്റെയോ? ദ പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആൻഡ് 3 കിലോഗ്രാം ഓഫ് ആപ്പിൾ ഈസ് 520 rupees. The price of 3 kilogram of orange and 2 kilogram of apple is 480 rupees. What is the price of each? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് 1 കിലോൻ്റെ വില എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 കിലോൻ്റെ. അപ്പോൾ നമ്മൾ എഴുതുക 1 കിലോ. പ്രൈസ് ഓഫ് 1 കിലോ ഓറഞ്ച്. 1 കിലോ മധുരനാരങ്ങയുടെ വില സമം എക്സ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 കിലോ മധുരനാരങ്ങയ്ക്കും 3 കിലോ ആപ്പിളിനും കൂടി 520 രൂപയാണ്. അപ്പോൾ നമ്മൾ മധുരനാരങ്ങയുടെ വില എഴുതി. ഇനി പ്രൈസ് ഓഫ് ആപ്പിൾ എഴുതുക. പ്രൈസ് ഓഫ് 1 കിലോ ആപ്പിൾ. 1 കിലോ ആപ്പിളിൻ്റെ വില സമം y എന്ന് കൊടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 കിലോ ഓറഞ്ചിനും 3 കിലോ ആപ്പിളിനും കൂടിയിട്ട് 520 രൂപയാണ്. അതേപോലെ തന്നെ 3 കിലോ മധുരനാരങ്ങ ഓറഞ്ചിനും അതേപോലെ തന്നെ 2 കിലോ ആപ്പിളിനും കൂടി 480 രൂപയാണ് ആവുക. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഇക്വേഷൻസ് കിട്ടി? 2 ഇക്വേഷൻസ് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു സൈഡ് എന്താവണം? ഒരുപോലെ ആവണം. ഈ 2 ഇക്വേഷനിലും എന്തല്ല? എക്സ് ഒരുപോലെയല്ല, വൈയും ഒരുപോലെയല്ല. അപ്പോൾ ഞാൻ എന്ത് ആക്കാൻ പോവുകയാണ്? ഒരുപോലെ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം 2നെ ഞാൻ 3 ആക്കാൻ വേണ്ടി നോക്കുക. ഒന്നെങ്കിൽ 2നെ 3 ആക്കുക, അല്ലെങ്കിൽ 3നെ 2 ആക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 3 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? 2നെ 3 ആക്കാൻ പറ്റില്ല. 3ൻ്റെ ഗുണനപ്പട്ടികയിൽ 2 ഇല്ല. അപ്പോൾ 3നും 2നും ഒരേപോലെ ആക്കാൻ പറ്റില്ല. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ഗുണനപ്പട്ടികയിൽ പോകുന്ന സംഖ്യ ഏതാണോ അതാണ് നമ്മൾ ഒരുപോലെ ആക്കുക. അപ്പോൾ ഗുണനപ്പട്ടിക എഴുതുമ്പോൾ നമുക്കൊരു 2 2 2 2 4 3 2 6. 2ൻ്റെ ഗുണനപ്പട്ടിക എഴുതുമ്പോൾ 3ൻ്റെ ആണെങ്കിലോ ഒരു 3 3 2 3 6. എത്ര ഒരുപോലെ വരുന്ന സംഖ്യ? 6. അപ്പോൾ 2 ഇക്വേഷനിലും ഒരു സൈഡ് ഞാൻ എന്താക്കും? ഒന്നെങ്കിൽ എക്സ് 6 ആക്കാം, അല്ലെങ്കിൽ വൈ എന്താക്കാം? 6 ആക്കാം. അപ്പോൾ അത് ഞാൻ ഇക്വേഷൻ നമ്പർ 2നെ എത്രയായിട്ട് ഗുണിക്കാൻ വേണ്ടി പോവുകയാണ്? 2 ആയിട്ട് ഗുണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 2നെ 2 ആയിട്ട് ഗുണിക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്താ? 3x + 2y = 480 ആണ്. ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോവാണ്? എത്രയായിട്ട് ഗുണിക്കാൻ പോവുകയാണ്? 2 ആയിട്ട് ഗുണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക? 2 × 3 6x പ്ലസ് 2 × 2 4y സമം 2 × 480 960. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്ത്. അതേപോലെ ഇനി ഇക്വേഷൻ നമ്പർ 1നെ 6 ആക്കണം. അപ്പോൾ 2 കൂടെ എത്ര ഗുണിച്ചാൽ 6 കിട്ടുക? 3. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എത്രയാണ്? 2x + 3y സമം 520. ഈ ഇക്വേഷൻ എത്രയായിട്ട് ഗുണിക്കുക? 3 ആയിട്ട് ഗുണിക്കുക. അപ്പോൾ 2 × 3 6x പ്ലസ് 3 × 3 9y സമം 520 × 3 1560 വരും. 52 × 3 ഗുണിച്ചാൽ 2 3 6 3 5 15. ഈ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1560. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഈ 3 4 ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം ഇനി സോൾവ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4 ഇവിടെ രണ്ട് സൈഡും എക്സ് എന്തായി ഒരുപോലെയായി.
അപ്പോൾ നമുക്ക് ഇന്നെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇതിൽ വലിയ സംഖ്യ ഇതിൽ ഏതാണ്? 4th ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. RXും 0 ആക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ 6x പ്ലസ് 9y സമം 1560 മൈനസ് 6x പ്ലസ് 4y ഈക്വൽ ടു 960. കുറയ്ക്കുക. 4x പോയി കഴിഞ്ഞാൽ 0 പ്ലസ് 9 പോയാൽ 5y ഈക്വൽ ടു 600. അപ്പോൾ നമുക്ക് എഴുതാം 5y ഈക്വൽ ടു 600, y ഈക്വൽ ടു 600/5. അപ്പോൾ y ഈക്വൽ ടു 600/5 ചെയ്ത് നോക്കാം. 600 ഹരിക്കണം 5. 5 6 ഒരു 6 ഒരു 5 5 6 5 പോയ 1 0. 2 × 5 10 0. ഈ 0 എന്ത് ചെയ്യുക? മേലേക്ക് കയറ്റിയിടുക. അപ്പോൾ നമുക്ക് കിട്ടി y ഈക്വൽ ടു 120 രൂപ. y എന്ന് പറഞ്ഞാൽ ആരെയായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ? ആപ്പിളായിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ഒരു ആപ്പിളിൻ്റെ വില, പ്രൈസ് ഓഫ് ആപ്പിൾ. ആപ്പിളിൻ്റെ വില എത്രയാണ്? y ആണ് 120 രൂപ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മധുരനാരങ്ങയുടെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വാല്യൂ ഏതെങ്കിലും ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഇതാ ഞാൻ ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. y ഈക്വൽ ടു 120 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ കൊടുക്കുമ്പോൾ എഴുതാം. നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? 2x പ്ലസ് 3y ഈക്വൽ ടു 520. ഇനി y എത്രയാണ്? 120. അപ്പോൾ 2x പ്ലസ് 3 × 120 സമം 520. 2x പ്ലസ് 120 × 3 360. സംശയമുണ്ടെങ്കിൽ 12 × 3 ഗുണിക്കുക. 2 3 6, ഒരു 3 3, ഇവിടെ 0 ഉണ്ട്, അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2x പ്ലസ് 360 സമം 520. 2x സമം 520 മൈനസ് 360. 520 360 പോയി കഴിഞ്ഞാൽ 2x സമം 160 വരും. ഇനി x സമം 160/2 എത്ര കിട്ടും? 160ൻ്റെ പകുതി 80. അപ്പോൾ 1 കിലോ x എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ വില എന്ന് പറഞ്ഞത് 80 രൂപയായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരു നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വെച്ച് വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത്? എ വയർ 1 meter long is cut into 2 pieces, one of which is bent into a square and other one into a equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeter. What are the length of the pieces? അതായത് 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി ഉണ്ട്. ആ കമ്പിന് എന്ത് ചെയ്ത്? ഇത് 1 മീറ്റർ നീളമുള്ള കമ്പി. ആ 1 മീറ്റർ നീളമുള്ള കമ്പിനെ 2 കഷ്ണമാക്കി മുറിച്ചിട്ട് ഒരെണ്ണം സമചതുരവും ഒരെണ്ണം സമഭുജ ത്രികോണവും ഉണ്ടാക്കി. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ 2 മടങ്ങും തമ്മിൽ കൂട്ടിയത്. ഒരു വശത്തിൻ്റെ 3 മടങ്ങും ഒരു വശത്തിൻ്റെ 2 മടങ്ങും തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 71 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ കമ്പി എത്ര നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പിയുടെ നീളം എത്രയാണ്? 1 മീറ്ററാണ്. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം സൈഡ് ഓഫ് എ സ്ക്വയർ. സമചതുരത്തിൻ്റെ ഒരു വശം സമം x. ഇനി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 1 സൈഡ് സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം സമം y എന്നും നമ്മൾ എടുത്തു. ഇനി എന്ത് ചെയ്യുക? സ്ക്വയറിൻ്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലാ വശവും ഈക്വലാണ്. അപ്പോൾ പെരിമീറ്റർ ഓഫ്
സ്ക്വയർ. അതേപോലെ തന്നെ സമചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്ക് എന്തെന്ന് എഴുതാം? ഒരു സൈഡ് എക്സ് ആണ്. അപ്പം സമയത്തിന് എത്ര വശമുണ്ട്? 4 സൈഡ്. അപ്പോൾ നമുക്ക് എഴുതാം 4x. ഇനി സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ ഓഫ് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു ത്രികോണത്തിന് 3 വശം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ എന്താം? 3y. നമ്മൾ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം നമ്മൾ y എടുത്തിരിക്കുന്നത്. അപ്പോൾ 3y എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ചതുരത്തിൻ്റെ നമുക്ക് 2 ചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടേണ്ടത്? 100 ആണ് എന്ന് ഞാൻ എഴുതി. ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ? കാരണം ക്വസ്റ്റ്യനിൽ കമ്പിയുടെ നീളം എന്തായിരുന്നു? 1 മീറ്ററാ. പക്ഷേ അതിൽ ഞാൻ 4x എന്ന് പറഞ്ഞാൽ എന്താണ്? സമയത്തിൻ്റെ ചുറ്റളവ് 4x സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 3y തമ്മിൽ കൂട്ടിയപ്പോൾ ഞാൻ 100 എന്ന് എഴുതി. 100 എങ്ങനെയാണ് വന്നത്? നമ്മുടെ കമ്പിയുടെ മൊത്തം നീളം 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചോദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു 71 സെൻറ്റിമീറ്ററിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് ഇവിടെ 100 എന്ന് വന്നത്. അപ്പോൾ ഈ 2 സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിൽ കൂടിയാൽ നമുക്ക് എത്ര കിട്ടണം? 100 കിട്ടണം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ 2 മടങ്ങും തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് ചുറ്റളവ് എത്ര കിട്ടി? 71 കിട്ടി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. നോക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ എക്സോ ഒന്നെങ്കിൽ വൈയോ എന്താക്കണം? ഈക്വൽ ആക്കണം. ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒരുപോലെ ആക്കാൻ 2ൻ്റെ ഗുണപട്ടിക 4ൻ്റെയിലും 3ൻ്റെയിലും പോണ സംഖ്യ നോക്കുക. 4ൻ്റെ ഗുണപട്ടികയിൽ 12 പോവും, 3ൻ്റെ ഗുണപട്ടികയിലും 12 പോവും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ എത്രയാക്കാൻ പോവുകയാണ്? 12 ആക്കാൻ വേണ്ടി പോവുകയാണ്. 4 കൂടെ എത്ര ഗുണിച്ചാലാണ് 12 കിട്ടുക? 3. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ 3 ആയിട്ട് ഗുണിച്ച്. അപ്പോൾ 4x + 3y = 100. അതിന് എത്രയായിട്ട് ഗുണിക്കുക? 3 ആയിട്ട് ഗുണിക്കുക. അപ്പോൾ എങ്ങനെ എഴുതുക നമ്മൾ? 3 × 4 12x + 3 × 3 9y = 3 × 100 300. അതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി രണ്ടാമത്തെ ഇക്വേഷനും എത്രയാക്കണം? 12 ആക്കണം അല്ലേ? അപ്പോൾ 3 കൂടെ എത്ര ഗുണിച്ചാലാണ് 12 ആവുക? 4 ഗുണിച്ചാൽ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ 4 ആയിട്ട് ഗുണിച്ചാൽ ഇക്വേഷൻ 3x + 2y = 71. ഇക്വേഷൻ എത്രയായിട്ട് ഗുണിക്കുക? 4 ആയിട്ട് ഗുണിക്കുക. അപ്പോൾ 4 × 3 12x + 4 × 2 8y 71 × 4 284 കിട്ടും. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇപ്പോൾ ഞാനിത് ഗുണിച്ചിട്ട് ഏത് സൈഡ് ഒരുപോലെ ആക്കിയതിപ്പോൾ എക്സുകൾ എന്തായി? ഒരുപോലെയായി. അപ്പോൾ ഇതിൽ ഇവിടെ 284ഉം ഇവിടെ 300 അപ്പോൾ ഏതാണ് വലിയ ഇക്വേഷൻ? മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 - 4 3 ചെയ്യുമ്പോൾ 12x + 9y = 300 മൈനസ് 12x + 8y = 284. ഇനി 12 പോയ 0, 9y നിന്ന് 8y പോയി കഴിഞ്ഞാൽ ബാക്കി 1y. 300 നിന്ന് 284 കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ 300 നിന്ന് 284 കുറച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടി? 16 കിട്ടി. y എത്രയായി? അപ്പോൾ 16 നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്പർ y = 16 ഇതിലേതെങ്കിലും എന്ത് ചെയ്യുക? ഇക്വേഷനിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഏത് ഇക്വേഷനിലാണ് കൊടുക്കണത് വെച്ചാൽ ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ 1 എഴുതി 4x + 3y = 100. അപ്പോൾ 4x + 3 × 16 = 100. 4x + 13 × 6
48 സമം 100. 4x സമം 100 മൈനസ് 48. എങ്ങനെ മൈനസ് വന്ന് പ്ലസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്. അപ്പോൾ 4x സമം 100 48 പോയി കഴിഞ്ഞാൽ 52. എക്സ് സമം 52/4. 52/4 എത്ര കിട്ടും? 13 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി 13. എക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ ഒരു വശം അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ ഒരു വശമായിരിക്കും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സും കിട്ടി, വൈയും കിട്ടി. നമുക്ക് ചതുരം ഉണ്ടാക്കാൻ എത്ര കമ്പി വേണം, അതേപോലെ തന്നെ ഈക്വലായിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര കമ്പി വേണം എന്നാണ്. അപ്പോൾ സ്ക്വയർ എൻ്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? 4x നാളത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈക്വൽ ട്രയാങ്കിളിൻ്റെ എന്തായിരുന്നു? 3y. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷന് കൊടുക്കുക. 4 × x നമുക്ക് എത്ര കിട്ടിയത്? 13. 4 × 13 ചെയ്ത് കഴിഞ്ഞാൽ 52 കിട്ടും. അതേപോലെ തന്നെ 3y എന്ന് പറയുമ്പോൾ 3 × y എത്രയായിരുന്നു? 16. 3 × 16 ഗുണിച്ചാൽ 48. ഇതൊക്കെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്തത്. അപ്പോൾ 52 സെൻറ്റിമീറ്റർ 48 സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം വരിക. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, 4 years ago റഹീം 4 വർഷങ്ങൾക്ക് മുന്നേ. ആ ചോദ്യമാണെന്ന് വായിക്കാം. 4 വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം കണക്കാക്കാനാണ് പറയുന്നത്. അതായത് റഹീമിനും രാമുവിനും ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടായിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം എഴുതി. നമുക്ക് രണ്ടാളും വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് കൊടുക്കും? അക്ഷരങ്ങൾ കൊടുക്കും. ഏജ് ഓഫ് രാമു, രാമുവിൻ്റെ വയസ്സ് സമം എക്സ്. പിന്നെ ആരാണ്? റഹീം. അപ്പോൾ ഏജ് ഓഫ് റഹീം, റഹീമിൻ്റെ വയസ്സ് സമം വൈ. 4 വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് എത്ര വയസ്സ് കുറവായിരിക്കും? 4 വയസ്സ് കുറവായിരിക്കും. അപ്പോൾ 4 years ago 4 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ പറയുക? ഏജ് ഓഫ് രാമു, രാമുവിൻ്റെ വയസ്സ്. ഇപ്പം രാമുവിൻ്റെ വയസ്സ് എക്സ് ആണ്. അപ്പോൾ 4 വർഷങ്ങൾക്ക് മുന്നേ 4 വയസ്സ് കുറവാകും. അപ്പോൾ x - 4. പിന്നെ ഏജ് ഓഫ് റഹീം, റഹീമിൻ്റെ വയസ്സ് y - 4. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റഹീമിൻ്റെയും രാമുവിൻ്റെയും വയസ്സാണ് കേട്ടോ. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റഹീമിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങാണ്? 3 മടങ്ങാണ്. റഹീമിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ വയസ്സ് എത്രയാണോ അതിൻ്റെ 3 മടങ്ങാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഇക്വേഷന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. 2 വർഷം കഴിയുമ്പോൾ അവർക്ക് എത്ര വയസ്സ് കൂടും? 2 വയസ്സ് വെച്ച് കൂടും. ആഫ്റ്റർ 2 years 2 വർഷങ്ങൾക്ക് ശേഷം രണ്ടാൾക്കും 2 വയസ്സ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് അതേപോലെ തന്നെ റഹീമിൻ്റെ വയസ്സ് എത്ര വയസ്സായിരുന്നു? എക്സും വൈ ആയിരുന്നു. എത്ര വയസ്സ് കൂടും? 2 വയസ്സ് കൂടും. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതുക? റഹീമിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ വയസ്സ് എത്രയാണോ അതിൻ്റെ 2 മടങ്ങായിരിക്കും. അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുത്ത് അതിന് എന്ത് ചെയ്യാണ്? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? y - 4 = 3 × x - 4. y - 4 = 3 × x 3x - 3 × 4 12. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സംഖ്യകളെയൊക്കെ ഒരുമിച്ചാക്കുക, അക്ഷരങ്ങളെയൊക്കെ എന്ത് ചെയ്യുക? ഒരുമിച്ചാക്കുക. ഇവിടെ y - 4ഉം 3x - 12 ആണ്. അപ്പോൾ ആദ്യം ഈ 3xനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്കും
അതേപോലെ -12നെയും കൊണ്ടുവരിക. ഇവിടെ -4 ഉണ്ട്, അതിനെ ഈ -4ൻ്റെ അടുത്തേക്ക് ഈ -12 വരുമ്പോൾ +12. ഇവിടെ 3x ഉണ്ട്, ഇവിടെ y ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ -y ആണ് ഉണ്ടാവുക. അപ്പോൾ 3x -y. ഇനി -4 + 12, -4 + 12 വന്നു കഴിഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടുക. 12 4 പോയാൽ 8, വലുതിന് ചിഹ്നം പ്ലസ്, അപ്പോൾ +8. അപ്പോൾ 8 = 3x - y. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി 3x - y = 8. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്ത് അതേപോലെ ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. y + 2 = 2 × x + 2. അതിനെ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് ഗുണിക്കുക. അപ്പോൾ y + 2 = 2 × x 2x + 2 × 2 4 എന്ന് കിട്ടും. ഇനി ഈ 4 ഇട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരുമിച്ചിട്ടാക്കുക. അപ്പോൾ ഇവിടെ y + 2 2x + 2. ഇനി ഇവിടെ ഒരു +2 ഉണ്ട്, അതോടെ കിടക്കട്ടെ. ഈ +4 = ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -4 = ഇവിടെ 2x ഉണ്ട്, ഈ +y ഇങ്ങോട്ട് പോകുമ്പോൾ -y. 2 - 4 ചെറുതെന്ന് കുറയ്ക്കുക. അപ്പോൾ എന്താണ് -2 = 2x - y. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് നമ്പർ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഈ 3 4 ഇക്വേഷൻസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇക്വേഷൻ ഏതൊക്കെയാണ്? ഒന്ന് 3x - y = 8, 2x - y = -2. ഈ 2 ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഏതെങ്കിലും ഒരെണ്ണം 0 ആവണം. അപ്പോൾ വരട്ടു. ഇനി -y, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ ഇവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എന്താവും, 0 ആവും. ഇത് പ്ലസ് ചെയ്യുകയാണെങ്കിൽ -y + -y പ്ലസ് മൈനസ് എന്തായി, മൈനസ്. ഇവിടെയും y സെയിം ആണ്, ഇവിടെയും y സെയിം ആണ്. നമുക്ക് y എന്താവണം, 0 ആയി പോകണം. നമുക്ക് ഇവിടെയും y. അപ്പോൾ yനെ എന്താക്കുക, 0 ആക്കുക. ഇതിന് 0 ആക്കുക എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. കാണിച്ചു തരാം. 3x - 2x, അപ്പോൾ എത്രയായി, 1x ആയി. ഇനി ഇവിടെ ഒരു -y ഉണ്ട്, -y. ഈ മൈനസ് ഞാൻ ഇവിടേക്ക് ഇട്ട്, ഇവിടെ ഒരു -y ഉണ്ട്. മൈനസ് പ്ലസ്, -y + y. ഒരേ അക്ഷരങ്ങൾ ഓപ്പോസിറ്റ് ചിഹ്നമാണെങ്കിൽ എന്തായി, വെട്ടിപ്പോയി 0 ആയി. അപ്പോൾ അതെന്തായി, +0 = ഇനി 8 - -2, മൈനസും എന്തായി, പ്ലസ് ആയി. 8 + 2 = 10. നമുക്ക് എത്ര കിട്ടി, 10. x = 10 കിട്ടി. x എന്ന് പറഞ്ഞാൽ ആരുടെ വയസ്സായിരുന്നു, രാമുവിൻ്റെ വയസ്സ് കിട്ടി 10 ആണ്. ഇനി നമുക്ക് റഹീമിൻ്റെ വയസ്സ് കാണണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, റഹീമിൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ 3x - y. നമുക്ക് ഇക്വേഷൻ അറിയാം, 3x - y = 8. ഇതിൽ x അറിയാം 10, അപ്പോൾ 3 × 10 - y = 8. 3 × 10 30, അപ്പോൾ 30 - y = 8. ഇനി y കണ്ടുപിടിക്കാം. അപ്പോൾ 30 - y = 8. അപ്പോൾ +30 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്, അപ്പോൾ ഇവിടെ ഓൾറെഡി -y ഉണ്ട്. -y = 8 - 30. 8ന്ന് 30 പോയി കഴിഞ്ഞാൽ എത്രയാണ്, 22. ചെറുതെന്നാണ് കുറയ്ക്കുന്നത്, അപ്പോൾ മൈനസിന് ഇടണം. -y = -22. ഈ മൈനസും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി y = 22. y എന്ന് പറഞ്ഞാൽ ആരുടെ വയസ്സാണ്, റഹീമിൻ്റെ വയസ്സ് കിട്ടി. എത്രയാണ്, 22 ആയിരിക്കും ഉണ്ടാവുക. പേജ് നമ്പർ 15 3 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. അത് 3 നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗത്തിൻ്റെ ചോദ്യങ്ങളുമായിട്ട് വരാം. എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക, നോട്ടുകൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.